നമസ്കാരം. ഞാൻ ഫീസ്റ്റോ തൃശ്ശൂർ സിറ്റി സൈപ്രസൻ. എൻ്റെ ഒപ്പം ജോഷിയുണ്ട്, സജേഷുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈബർ ക്രൈം പോർട്ടലിനെ പറ്റി പറഞ്ഞു. സൈബർ ക്രൈം പോർട്ടൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. അതിലിപ്പോൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാം, നമ്മളതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന കാര്യം പറഞ്ഞു. ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ്, കുട്ടികൾ മിസ്സിംഗ് ആയോ അല്ലെങ്കിൽ സൈറ്റിംഗ് ആയോ കുട്ടികളെ നമുക്ക് എങ്ങനെ അറിയാം, അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് റിസീവ് ചെയ്യണം, ആ കാര്യം നമ്മൾ പഠിച്ചു. അടുത്തത് റാപ്പിഡ് അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഒരു കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അതും നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് റാപ്പിഡിലാണ്. ഇനി നമുക്ക് കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തത് അയാപ്സ് എന്നുള്ള പറ്റി പറഞ്ഞു. അയാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് സിസ്റ്റം. ഇത് നമുക്ക് പോലീസ് സ്റ്റേഷനിലെ മുന്നത്തെ സംവിധാനം വെച്ച് നമ്മൾ പരാതികൾ കിട്ടി കഴിഞ്ഞാൽ ആദ്യം തപാലായി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് ഓഫീസിലേക്കാണ് പോകേണ്ട പരാതി, ആ പരാതി അവിടെ നിന്ന് അയച്ചു കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും EL സറണ്ടർ, അതല്ലെങ്കിൽ നമുക്ക് PF അപ്ലിക്കേഷനുകൾ, അങ്ങനെ അതല്ലെങ്കിൽ എന്തൊക്കെ അപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും റൈറ്റർ എഴുതി തയ്യാറാക്കി ആയത് ഒരു തപാലാക്കി കൺസേൺഡ് പ്രോപ്പർ ചാനൽ, അതായത് ഓഫീസുകളിലേക്ക് ഓരോ ദിവസങ്ങളിൽ തപാലായി കൊണ്ടുവരുന്ന സംവിധാനം നിലവിലുണ്ടായിരുന്നു. എന്നാൽ അയാപ്സ് വന്നു, പിന്നെ നമുക്ക് കുറച്ച് കാലം മെയിലിൽ അയക്കുന്ന സംവിധാനമൊക്കെ വന്നു. അതിനുശേഷം നമ്മൾ ഈ പുതിയ സംവിധാനം, അതായത് ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന സംവിധാനം കൊണ്ടുവന്നു. ഈ ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക്. അതിൽ ഒന്നാമത്താണ് ഈ തപാൽ അയക്കുന്നത്, അതുപോലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് രണ്ടാണ് ഇതിലത്തെ പ്രധാന ഭാഗം. അപ്പോൾ അതിൽ ആദ്യമായി നമുക്ക് പറയാം ഒരു പരാതി അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ പരാതി ഹാൻഡ്ലിങ്, അതൊരു വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. കാരണം പലരും പരാതി നമുക്ക് കൊടുത്തിട്ട് നമ്മൾ റെസിപ്റ്റ് കൊടുക്കും. ഒരുപക്ഷെ പരാതി ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കി കാണണമെന്നില്ല, അതല്ലെങ്കിൽ ആ പരാതിയുടെ സ്റ്റാറ്റസ് അവരൊന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പരാതി ഇപ്പോൾ നിലവിൽ നമ്മൾ സ്വീകരിക്കാൻ CCTVNSലും ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ അയാപ്സിലും ഓപ്ഷനുണ്ട്. അയാപ്സിൽ നമ്മൾ പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പരാതി സ്കാൻ ചെയ്ത് അയാപ്സിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൽ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള ഓപ്ഷൻ എടുത്ത് അതിൽ പെറ്റീഷൻ പ്രോസസ്സിങ്ങിലെടുത്ത് ഒരു വന്നു കിടക്കുന്ന പെറ്റീഷൻ, നമുക്ക് വന്നു കിടക്കുന്ന പെറ്റീഷൻസ് എല്ലാം എവിടെയെങ്കിലും അയച്ചു കിട്ടിയ പെറ്റീഷനിൽ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ രജിസ്റ്റർ ഓപ്ഷനിൽ ഒരു പരാതി എടുത്ത് ആ പരാതിയുടെ ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൗണ്ടർ പെറ്റീഷണറിയും ഡീറ്റെയിൽസ് അടിച്ച് ഏത് തരം കാറ്റഗറിയാണ് ഈ പരാതി എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുന്നതോടെ ഒരു അയാപ്സിൻ്റെ ഒരു ID, ഒരു യൂണിക് ID നമുക്ക് കിട്ടും പരാതി നമ്പറായിട്ട്. അതായത് വളരെ സിമ്പിളാണ്. ഒരാൾ പരാതിയായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നു, അത് നമ്മൾ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലിട്ട് ഈ പരാതി നമ്മൾ അയാപ്സ് സംവിധാനം വെച്ച് പ്രോസസ്സ് ചെയ്യണം. അയാപ്സ് സംവിധാനം വെച്ച് പ്രോസസ്സ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. ഇതിലെ ഹെൽപ്പ് ഡെസ്ക് എടുത്തു, അതിൽ രജിസ്റ്റർ ഓപ്ഷൻ എടുത്തു, അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പരാതിക്കാരൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ എന്തിനാണ് വയ്ക്കുന്നത്, നമുക്ക് ഈ വ്യക്തിയെ വീണ്ടും വിളിക്കണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ, പിന്നെ എന്തെങ്കിലും ID പ്രൂഫ്, അത് മാക്സിമം മസ്റ്റ് ആക്കണം. കാരണം പലരും വെറുതെ വേറെ ആളുടെ പേരിൽ ഇയാൾ പരാതി ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ID പ്രൂഫ് നമ്മൾ വെക്കണം. അതുപോലെ കാറ്റഗറി, ഏത് കാറ്റഗറിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടുകളെല്ലാം ജനറേറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഒരു വഴിത്തർക്കം സംബന്ധിച്ചിട്ട്, അങ്ങനെ ഏത് ഹെഡിങ്ങിൽ നമുക്ക് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. അതുപോലെ തന്നെ പരാതിയുടെ ചുരുക്കം വലതുഭാഗത്ത് കൊടുക്കണം. ഇനി ഇതിൽ കൗണ്ടർ പെറ്റീഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇതിനുശേഷം ബ്രൗസ് ആൻഡ് അറ്റാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പരാതി നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരാതി രജിസ്റ്ററായി ഒരു നമ്പർ വരും. തുടർന്ന് ആ പരാതിയുടെ ഒരു പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ആ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് പൊതുജനത്തിന് കൊടുക്കും. അപ്പോൾ ഇതാണ് ഒരു പരാതിക്കാരൻ നിർബന്ധമായും നമ്മൾ റെസിപ്റ്റ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ പരാതി രജിസ്റ്റർ ചെയ്തു ആ വ്യക്തിക്ക് റെസിപ്റ്റ് കൊടുക്കുന്നു. ഇനി അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത്, ലഭിച്ചിട്ടുള്ള പരാതി നമ്മൾ അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഹാൻഡിൽ ചെയ്യുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ത് ചെയ്യുന്നു, അന്വേഷണം നടത്തി തിരിച്ച് നമുക്ക് SHOന് തിരിച്ച് നൽകുന്നു. ഈ SHO അത് ഈ പരാതി ഈ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ഈ സംഭവങ്ങൾ ഇന്നതാന്ന് പറഞ്ഞ് ഒരു പക്ഷേ അത് രണ്ടു കൂട്ടർക്കും ഒരുപോലെയുള്ള രീതിയിൽ നമ്മളതിനെ ഡിസ്പോസ് ചെയ്യണതായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും രീതിയിലാണ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ആ ഡിസ്പോസ് ചെയ്യുന്ന സംഭവം നമ്മൾ റെസിപ്റ്റിൽ എഴുതി, ഇതാണ് റെസിപ്റ്റിൻ്റെ മോഡല്. റെസിപ്റ്റിൽ നമ്മൾ എഴുതി ആ ഒരു രജിസ്റ്റർ ചെയ്ത് ആ രജിസ്റ്ററിൻ്റെ ഒരു ഡോക്യുമെൻ്റ് കൂടിയും പറ്റുമെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ പെറ്റീഷൻ ക്ലോസ് ചെയ്യുന്നു. അത് എത്രയുള്ളൂ, പെറ്റീഷൻ കൊണ്ടുവന്നു, പെറ്റീഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തു, അന്വേഷണത്തിന് ഒരാളെ ഏൽപ്പിച്ചു, ആ എൻക്വയറി ഓഫീസറെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വരുന്ന ആ റിപ്പോർട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം
ഈ വ്യക്തികളെ രണ്ട് കൂട്ടരെയും വിളിച്ച് വരുത്തി ഡിസ്പോസ് ചെയ്യുന്നു. ഡിസ്പോസ് ചെയ്ത ഡീറ്റെയിൽസ് സാധാരണ നമ്മളൊരു രജിസ്റ്ററിലാണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കാറ്. ആ രജിസ്റ്ററിൽ നമ്മൾ എഴുതി ഒപ്പിടിച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ അപ്ലോഡ് ചെയ്ത് തരുന്നു, പെറ്റീഷൻ ക്ലോസ് ചെയ്യുന്നു. ഇതിൻ്റെ ഗുണം പൊതുജനങ്ങൾക്ക് കേരള പോലീസിൻ്റെ സൈറ്റിൽ അവരുടെ പെറ്റീഷൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ പെറ്റീഷൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് കേരള പോലീസിൻ്റെ സൈറ്റിൽ അയാപ്സ് പെറ്റീഷൻ അല്ലെങ്കിൽ ട്രാക്ക് ദ പെറ്റീഷൻ എന്ന് പറയുന്ന സൈറ്റ്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പെറ്റീഷൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അവരുടെ പെറ്റീഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇതാണ് അയാപ്സിലെ പെറ്റീഷൻ്റെ പ്രോസസ്സ്. നമ്മൾ ജസ്റ്റ് നമ്പർ അടിക്കുക. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിലിപ്പോൾ ഇന്ന പൗരസമിതിയുടെയാണ്, സ്റ്റാറ്റസ് ക്ലോസ്ഡാണ്, ഡിസിഷൻ ഓഫ് ദി ഓഫീസർ SHO എന്ന് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതുപോലെ എന്താണ് ഡിസിഷൻ എടുത്തതെന്ന് ആ വ്യക്തി അറിയണം. ഇപ്പോൾ നമുക്കൊരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇതിൽ പെറ്റീഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കാണുമോ പൊതുജനങ്ങൾക്ക്? ഇല്ല. നമ്മൾ ഈ പെറ്റീഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിൽ ക്ലോസ് ചെയ്തു എന്ന് പറയുന്ന കാര്യം മാത്രമേ ഇതിൽ കയറി വരൂ. അതുകൊണ്ട് നിർബന്ധമായി ആ കാര്യങ്ങൾ ഏത് രീതിയിൽ ക്ലോസ് ചെയ്യുന്ന അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ പെറ്റീഷൻ്റെ എന്താണ് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ള ഗുണം കുറേ കാലം കഴിഞ്ഞ് വീണ്ടും പരാതി വന്നു. നമ്മൾ മുന്നത്തെ സംവിധാനമാണെങ്കിൽ നമ്മൾ ആ പരാതികൾ കെട്ടുകൊണ്ടും പരിശോധിക്കണം. ഇത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് പഴയ പരാതിയുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം. അപ്പോൾ പരാതിയുടെ കഴിഞ്ഞു. അടുത്തത് നമുക്കുള്ളത് ഇനി കറണ്ടാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കറണ്ടുകൾ, അതായത് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഴുത്തുകുത്തുകൾ. അത് നമുക്ക് ആപ്സിൽ നമുക്ക് വരുന്നതെല്ലാം തപാൽ ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ബാക്കി എല്ലാതും നമുക്ക് വരുന്ന എല്ലാതും തപാൽ ബോക്സിലുണ്ടായിരിക്കും. അത് നമ്മൾ വായിച്ചു നോക്കണം. അതിനുശേഷം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. തുടർന്ന് നമുക്ക് എന്ത് നടപടിയാണെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറണ്ട് എന്നുള്ള ഭാഗത്തേക്ക് മാറും. ഈ കറണ്ടിൽ നമുക്ക് എന്ത് പ്രോസസ്സാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള നമുക്ക് വരുന്ന തപാലുകൾ നമ്മൾ മുന്നൊരാളെ വിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തിരുന്നത് അതിൽ നിന്ന് മാറി നമ്മൾ പരാതി ഒരു കറണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ സൈബർ സെല്ലിലേക്ക് മാത്രമുള്ളതാണെങ്കിൽ നമ്മൾ സൈബർ സെല്ലിൽ അത് തുറന്ന് സൈബർ സെല്ലിൻ്റെ പ്രവൃത്തി എന്താണെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഈ പ്രവൃത്തി പറഞ്ഞതിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് ഡിസ്പോസ് ചെയ്യാം. അതിന് എനിക്ക് മറുപടി കൊടുക്കേണ്ടതാണെങ്കിൽ മറുപടി കൊടുക്കാം. കൺസേൺഡ് സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അയക്കുക. ഈ രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ ഇൻഫർമേഷൻ ആയിട്ട് വരും. ഇപ്പോൾ ആനുവൽ ഇൻക്രിമെൻറ്റ് ചിലപ്പോൾ ഒരു കറണ്ട് നമുക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടിയായിട്ട് അയക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മുടെ പോലീസുകാരുണ്ടായിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വായിക്കും. നമ്മുടെ ആളുകളുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ ആളുകൾ ഇല്ലെങ്കിൽ നമുക്കത് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ തപാലുകളും അയാപ്സിൽ വരുന്ന എല്ലാ എഴുത്തുകുത്തുകളും അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് മുഴുവൻ കാണുന്ന വിൻഡോ ആണിത്. ഇത് വെച്ച് നമുക്ക് തപാൽ ബോക്സിൽ വരുന്നത് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വ്യൂ ചെയ്യാം. അതിനുശേഷം രജിസ്റ്റർ ചെയ്തതിൽ കറണ്ടിലേക്ക് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്ന്, ഞാൻ സൈബർ സെല്ലിൻ്റെ ഓഫീസാണ്, സൈബർ സെല്ലിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഒരു തപാൽ ഇവിടുന്ന് എനിക്ക് DPOയിലേക്ക് അയക്കണം. അങ്ങനെ DPOയിലേക്ക് അയക്കണമെങ്കിൽ ഞാൻ രജിസ്റ്റർ കറണ്ട് ഓപ്ഷൻ എടുത്തതിന് ശേഷം ആ രജിസ്റ്റർ കറണ്ടിൽ നിന്നും കറണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അടുത്ത സ്ഥലങ്ങളിലേക്ക് എനിക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇത് കണ്ടന്റ് ബേസ്ഡ് അല്ല. ഇതിൽ കണ്ടന്റ് സെർച്ച് കൺസെപ്റ്റ് ഇല്ല. CCTVs പോലെ കണ്ടന്റ് കൺസെപ്റ്റ് ഇല്ല. അതായത് ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സംവിധാനം ഫയൽ മൂവ്മെന്റ് ആണ്. ഇത് തന്നെ അടുത്ത കൂടുതലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഇന്റേണൽ മെസ്സേജിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇന്റേണൽ മെസ്സേജിങ് ഇതിൽ വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഇതിൽ പേഴ്സണൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്റേണൽ മെസ്സേജിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇന്റേണൽ മെസ്സേജിങ്ങിൽ നമുക്ക് പെൻ നമ്പർ ടു പെൻ നമ്പർ ഏത് വ്യക്തികൾക്ക് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെൻ നമ്പർ ടു പെൻ നമ്പർ. അപ്പോൾ ജസ്റ്റ് ഒരു ആൾക്ക് നമുക്ക് എന്തെങ്കിലും ഇമെയിൽ ഇല്ല, എൻ്റെ ഇമെയിൽ ID മറന്നു, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ഞാൻ തുറക്കണില്ല, എനിക്ക് ഈ പെൻ നമ്പർ ടു പെൻ നമ്പറാണ് ഡീറ്റെയിൽസ് അയക്കേണ്ടത്. ആ വ്യക്തിയുടെ പെൻ നമ്പർ അടിച്ച് ഞങ്ങളുടെ പേര് വരും, സബ്ജക്റ്റ് എന്താണെങ്കിൽ അടിക്കുക, നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഡോക്യുമെൻ്റ്. അതാണ് അതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഗുണം. ഏതൊക്കെ ടൈപ്പ് അറ്റാച്ച് ആവും എന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടൈപ്പുള്ള കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെൻ്റ് ആ വ്യക്തിയുടെ ആർക്കാണ് അയച്ച ആ വ്യക്തിയുടെ പെൻ നമ്പറിൽ ഇന്റേണൽ മെസ്സേജിങ്ങിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്റേണൽ മെസ്സേജിംഗ് എന്ന് വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. രണ്ട് വ്യക്തികൾക്ക് ഇമെയിൽ അയക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇമെയിൽ അയക്കാനുള്ള ഒരു സംവിധാനമാണ് ഇൻറ്റേർണൽ മെസ്സേജിങ്. ഇനി ഇൻറ്റേർണൽ മെസ്സേജിങ്ങിൽ നമുക്ക് അയക്കാവുന്ന ഡോക്യുമെൻറ്റ്സ് ഏത് ടൈപ്പാന്നൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വന്ന മെസ്സേജുകൾ നമുക്ക് ഏതൊക്കെയാണ് ഇൻബോക്സിൽ ഉണ്ടായിരിക്കും, സെൻഡ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം കറസ്പോണ്ടൻസ് പാരലായി നമുക്ക് ഇമെയിൽ ഇല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജിയോ ഇമെയിൽ വർക്ക് ചെയ്യുന്നില്ല, എന്നാലും നമുക്കത് പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ DPOകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, അവർക്ക് എല്ലാവർക്കും സീറ്റ് ബേസ്ഡാണ്. ഈ സീറ്റ് ബേസിൽ പെൻ നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളോട് അവർ പലപ്പോഴും പറയും എൻ്റെ പെൻ നമ്പറിലേക്ക് ഇൻറ്റേർണൽ മെസ്സേജ് അയക്കൂ ത്രൂ പ്രോപ്പർ ചാനൽ, അല്ലെങ്കിൽ ഏതൊരു ഡോക്യുമെൻ്റ് കുറവുണ്ടെങ്കിൽ ഞാൻ അയക്കാൻ പറയാറുണ്ട്. ഇങ്ങനെ അയക്കുന്ന സമയത്ത് നമുക്ക് ഈ പെൻ നമ്പറിൽ നമ്മുടെ പെൻ നമ്പറിൽ നിന്ന് അവരുടെ പെൻ നമ്പറിലേക്ക് അയക്കാം. ഈ പെൻ നമ്പർ എല്ലാവർക്കും ആപ്സ് ഉണ്ടായിരിക്കുമോ? ശമ്പളം നമ്മൾ വാങ്ങുന്ന പെൻ നമ്പർ ഉള്ള എല്ലാവർക്കും ആപ്സ് ഉണ്ടായിരിക്കും. ആദ്യത്തെ പാസ്വേഡ് എന്ന് പറയുന്നത് സാധാരണ അവരുടെ പെൻ നമ്പർ തന്നെയായിരിക്കും പാസ്വേഡ് ഉണ്ടാവാറ്. അതിനുശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലോഗിൻ ചെയ്താൽ. ഇനി ഇത് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു സീറ്റ് ഹൈറാർക്കി എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിനടുത്ത് നമുക്ക് ഏറ്റവും മുഴുവൻ നോക്കാൻ നമുക്ക് സമയമില്ല. സീറ്റ് ഹൈറാർക്കി എന്ന ഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ സീറ്റ് ഹൈറാർക്കി എന്തിനാണ്? അപ്പോൾ നമ്മളോട് പറഞ്ഞു എൻ്റെ J1 സീറ്റിലേക്ക് ഒരാളെ എനിക്കൊരു ഇൻറ്റേർണൽ മെസ്സേജ് അയക്കാൻ പറയും. അതല്ലെങ്കിൽ എനിക്ക് പാലക്കാട് ജില്ലയിലെ J1 A2 ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് സീറ്റ് ഹൈറാർക്കിയിൽ പോയാൽ അവിടുത്തെ ഇരിക്കുന്ന വ്യക്തി ആരാന്നും അദ്ദേഹത്തിൻ്റെ പെൻ നമ്പർ എനിക്കിതെന്ന് അറിയാൻ സാധിക്കും. അപ്പം ഞാൻ ഒരു ജില്ല എടുത്തു. ആ ജില്ലയിലെ സീറ്റ് ഹൈറാർക്കി ഇപ്പോൾ A2 ക്രൈംബ്രാഞ്ച് പാലക്കാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ല എടുക്കും. പാലക്കാട് ജില്ല, ഈ പാലക്കാട് ജില്ലയിൽ എനിക്ക് A2 സെക്ഷൻ അല്ലെങ്കിൽ G3 സെക്ഷൻ എടുക്കണം. G3 സെക്ഷൻ നോക്കി, അപ്പോൾ ഞാൻ സുകുമാരൻ കേന്ദ്ര സാറാണ്, ഹെഡ് ക്ലർക്കാണ്. അപ്പോൾ ആ സാറിൻ്റെ പെൻ നമ്പർ എനിക്ക്, ആ പെൻ നമ്പറിലേക്ക് എനിക്ക് ഇൻറ്റേർണൽ മെസ്സേജ് ആയിട്ട് അയാപ്സ് വഴി എനിക്ക് അയക്കാം, ആ മാറ്റർ അയക്കാൻ സാധിക്കും. അപ്പോൾ അയാപ്സ് എന്ന് പറയുന്നത് ഒരു ഫയൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫയൽ ട്രാക്കിംഗ്. ഇനി അയാപ്സിൽ പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ആ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് PF-നുള്ള റിക്വസ്റ്റ്, അതുപോലെ തന്നെ EL-ൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇതിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ മെസ്സേജ്. ഇതിൽ പേഴ്സണൽ എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഇതിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പുതിയതായി വന്ന സംവിധാനങ്ങളാണ്. PF ടെമ്പററി അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, PF കൺവേർഷൻ ഉണ്ട്, PF NRA ഉണ്ട്, പിന്നെ KPWA ഗ്രാൻഡ് ലോണിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ലീവ് ഉണ്ട്, ജനറൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം പുതിയതാണ്. ആ ലിസ്റ്റ് ഹൈറാർക്കി അനുസരിച്ച് വരും. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ളവർക്ക് അത് വ്യൂ ചെയ്യാൻ പറ്റും, അവർക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കും, ഓപ്ഷനിലാണ്. അപ്പോൾ ഇതാണ് അയാപ്സ്. നമുക്ക് അയാപ്സ് നമ്മൾ പറഞ്ഞു, അതൊരു പ്രോസസ്സിങ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഫയലിൻ്റെ ട്രാക്കിങ് മൂവ്മെൻറ്റ് സംവിധാനം ചെയ്യണത്. അടുത്ത് നമുക്ക് സ്പാർക്കിലേക്ക് നോക്കാം. സ്പാർക്ക് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നുള്ളതാണ്. സ്പാർക്കാണ് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. സ്പാർക്കിലാണ് നമ്മുടെ സാലറി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്പാർക്കിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്പാർക്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം കേൾക്കാം. അപ്പോൾ സ്പാർക്കിൽ നമുക്കൊരു യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ടായിരിക്കും. ഈ യൂസർ നെയിം പാസ്വേഡും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തന്നെ ഇപ്പോൾ സ്പാർക്ക് ഇല്ലാത്തവർക്ക്, അത് ഏറ്റവും അതിൽ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർക്ക് നോട്ട് രജിസ്റ്റേർഡ് യൂസർ യെറ്റ് രജിസ്റ്റർ നൗ എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ യെറ്റ് രജിസ്റ്റർ നൗ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ഒരെണ്ണം വരും. അതിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതാണ് ഇതിൻ്റെ ടാബുകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തൊട്ട് തുടങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലോൺ ഡീറ്റെയിൽസ് PF-ൻ്റെ കാണാം. ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ലീവ് ഹിസ്റ്ററി കാണാൻ പറ്റും. ഇതിൽ അപ്ഡേറ്റ് ചെയ്തിപ്പോൾ ഒരു ഇതെല്ലാം അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്ത ലീവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഇനി ഇതിലത്തെ പല ഓപ്ഷനുകളും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് നമ്മുടെ ഹൈറാർക്കി അനുസരിച്ച് കാണാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജോഷിയുടെ സർവീസ് ബുക്കാണ്. ആ സർവീസ് ബുക്കിലെ ഡീറ്റെയിൽസ് ഏതൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അതൊരു ബുക്ക് രൂപത്തിൽ തന്നെ വളരെ രസകരമായി ബുക്ക് രൂപത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കതിൽ അവർ തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇനി നോക്കുക, അടുത്തത് നമുക്ക് ഇതിൽ അക്കൗണ്ട്സിൽ നമുക്ക് സാലറി സ്ലിപ്പിൻ്റെ PF-ൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്.
ആ PF നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. ഇൻകം ടാക്സിന്റെ ടൈമിൽ നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. അത് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കഴിഞ്ഞ 12 മാസമായി 11 മാസമായി സാലറി നമുക്ക് ഡ്രോൺ ചെയ്ത് ഏതൊക്കെയാണെന്ന് അറിയണ ഒരു സാധനമുണ്ട്. അതിൽ നമുക്ക് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 12 മാസമായി അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ സമയത്ത് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ സാലറി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതിൽ അറിയാൻ സാധിക്കും. അതൊരു റിപ്പോർട്ട് ജനറേറ്റ് ആയി വരും. ആ റിപ്പോർട്ട് തുറന്നു നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 12 മാസത്തെ എൻ്റെ, അല്ലെങ്കിൽ നമുക്ക് പീരീഡ് കൊടുക്കാം. ഏത് വർഷത്തെ വേണ്ടെങ്കിൽ അതിന് പീരീഡ് കൊടുക്കാം. ആ പീരീഡിൽ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, നമുക്ക് ഏതൊക്കെ സാലറി, അതിൽ നമുക്ക് എപ്പോഴും അരിയർ അല്ലെങ്കിൽ സറണ്ടർ മാറിയത് അതെല്ലാം എപ്പോഴും സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഓപ്ഷൻ. നോക്കുക, ഇതാണ് വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ആയി വരട്ടെ. നമുക്ക് അടുത്ത് സാലറിയുടെ സ്ലിപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത് ആ റൈറ്റ് സൈഡിൽ അക്കൗണ്ട് വ്യൂ സാലറി സ്ലിപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് ഓരോ മാസത്തെയും കഴിഞ്ഞ മാസത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് 4 മാസത്തെ സാലറിയാണ് നമുക്ക് മാറിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എത്ര സാലറി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ്, ആ സാലറി സ്ലിപ്പ് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് കിട്ടും. ഇതാണ് സാലറി സ്ലിപ്പ്, അതായത് സ്പാർക്കിൻ്റെ ഒരു വിൻഡോ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സാലറി സ്ലിപ്പ് നമുക്ക് ഡ്രോൺ ഡീറ്റെയിൽസ്, സാലറി ഡ്രോൺ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഏത് കാലത്ത് പീരീഡിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തതുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. ഇതാണ് സാലറി ഡ്രോൺ ഡീറ്റെയിൽസ് പറയുന്നത്. മന്ത്ലി ഡ്രോൺ, നമ്മൾ ഓരോ മാസം എത്ര സാലറി ഡ്രോൺ ചെയ്തു എന്നുള്ളത് കാണുന്ന. അരിയർ ഉണ്ടെങ്കിൽ നമുക്ക് താഴ്ത്ത് കാണും, കാരണം അരിയർ നമ്മൾ സാധാരണ കണക്കൂട്ടാൻ മിസ്സിങ് വരാറുണ്ട്. അരിയർ ഉണ്ടെങ്കിൽ താഴ്ത്ത് കാണും. അപ്പോൾ അരിയറും ഇതിൻ്റെ ഡ്രോൺ ഡീറ്റെയിൽസ് ഇതാണ്. ഇനി റൈറ്റ് സൈഡിൽ നോക്കി നമുക്ക് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ സിമ്പിളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. സ്പാർക്ക് ആക്ടിവേറ്റഡ് ആണെങ്കിൽ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്കിതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഈ സാലറി ഡീറ്റെയിൽസ് എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അയാപ്സ് പറഞ്ഞു, സ്പാർക്ക് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. കേരള പോലീസിൻ്റെ സൈറ്റും എല്ലാ ജില്ലകൾക്കും സൈറ്റുണ്ട്. ഇനി ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സൈറ്റുകൾ ഉണ്ടാക്കിയിട്ട് അത് റെഡി വരുന്നു. കേരള പോലീസിൻ്റെ സൈറ്റാണ്. നിങ്ങളിതുപോലെ ജില്ലയുടെ സൈറ്റ് നോക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉപകാരപ്രദം. FIR ഡൗൺലോഡ് ചെയ്യണം, അതല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ്. പൊതുജനങ്ങൾ ചോദിക്കുന്നത്, ഞാൻ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തിരുന്നു, അതിപ്പോൾ എവിടെ എത്തി എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവർക്ക് തന്നിട്ടുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കയറി വരും. അതിൽ ആ ഒരു CO നമ്പർ ഉണ്ടായിരിക്കും. എല്ലാ അപേക്ഷയിലും ഒരു CO നമ്പർ ഉണ്ടായിരിക്കും. ആ CO നമ്പർ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാക്ക് ചെയ്ത് എവിടെയാണ് ഇപ്പോൾ എൻ്റെ പാസ്പോർട്ട് നിൽക്കുന്നത്, പോലീസ് സ്റ്റേഷൻ ലെവലിലാണോ അതല്ലേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഫൈൻ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ CCTNSലേക്ക് പോകാം. മിസ്സിംഗ് പേഴ്സൺ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മിസ്സിംഗ് പേഴ്സണിൻ്റെ ഡീറ്റെയിൽസ്, രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് പേഴ്സണുകൾ മുഴുവൻ അതിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ കാണാൻ ഒരു ജനറേറ്റ് വെഹിക്കിൾ NOC, അതായത് പൊതുജനങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വെഹിക്കിൾ NOC ആവശ്യമുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡാറ്റാബേസിൽ പോയി സെർച്ച് ചെയ്ത് അത് നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അറസ്റ്റ് പേഴ്സൺ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണെന്നുള്ള കാര്യം ഉണ്ട്. ഇനി ഡൗൺലോഡ്സിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഏതൊക്കെ ഫോമുകൾ നമുക്ക് വേണ്ട, ഫോമുകൾ RTA റിക്വസ്റ്റ് ഫോം, ആക്ട് റൂൾസ്, അങ്ങനെ നോട്ട് ലിസ്റ്റുകൾ ഏതൊക്കെ വേണം, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ നമ്മൾ ഇതിലുണ്ട്, ശബരിമല മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ സർക്കുലേഴ്സ്. ഇത് നോക്കുക, സർക്കുലേഴ്സിൻ്റെ സൈറ്റും കൂടി നമുക്ക് ഇതും കൂടി പെട്ടെന്ന് പരിചയപ്പെടാം. സർക്കുലേഴ്സ് എന്ന് പറയുന്ന സൈറ്റ്, സർക്കുലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സർക്കുലറുകൾ കിട്ടും. എന്നാൽ പഴയ കാലത്തെ സർക്കുലറുകൾ മുഴുവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ KP സർക്കുലേഴ്സ് എന്ന സൈറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് 2011 മുതൽ 2009 മുതൽ 20 വരെയുള്ള സർക്കുലറുകളാണ് നമുക്ക് മുഴുവനായിട്ട് കിട്ടുക. ഇനി KP സർക്കുലേഴ്സ് എന്ന സൈറ്റ് ഉണ്ട്. അപ്പോൾ കേരള പോലീസിൻ്റെ സൈറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്, കാരണം മുഴുവൻ ഭാഗങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയക്കുറവുണ്ട്. ഇനി KP സർക്കുലേഴ്സ് എന്ന സൈറ്റിന് നമുക്കൊരു ലോഗിൻ ഉണ്ടാവും. യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ആദ്യത്തെ പാസ്വേഡ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തുറന്നു വരും. ഇതിൻ്റെ പ്രത്യേകത, ഇത് KP സർക്കുലേഴ്സ് സൈറ്റാണ്, കേരള പോലീസിൻ്റെ സൈറ്റല്ല. നമ്മൾ KP സർക്കുലേഴ്സ് നിന്ന് circular.kerala.gov.in എന്ന സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് കാണുന്ന സൈറ്റാണ്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പഴയ സർക്കുലറുകൾ മുഴുവൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ
നമുക്ക് ഇൻഡെക്സും ഉണ്ട്, സെർച്ചിങ് ഓപ്ഷൻ ഉണ്ട്. പഴയ മുഴുവൻ സർക്കുലറുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ സർക്കുലർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പഴയതും പുതിയതായിട്ടുള്ള ഇപ്പോൾ സർക്കുലർ നമുക്കിപ്പോൾ 2 സ്ഥലങ്ങളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ട്. 2009 മുതൽ 2020 വരെയുള്ളത് നമുക്ക് കേരള പോലീസിൻ്റെ സൈറ്റിലും അതുവരെയുള്ളത് മുഴുവൻ നമുക്ക് ഇവിടെയും ലഭ്യമാണ്. അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. സൈബർ ക്രൈം പോർട്ടലിനെ പറ്റി പഠിച്ചു, ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡിനെ പറ്റി പഠിച്ചു, പിന്നെ റാപ്പിഡിനെ പറ്റി പഠിച്ചു, അതിനുശേഷം അയാപ്സ് പറഞ്ഞു, അതിനുശേഷം സ്പാർക്ക് പറഞ്ഞു, അതിനുശേഷം ഇപ്പോൾ KP സർക്കുലേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. സർക്കുലറുകളുടെ ആയാലും അല്ലെങ്കിൽ സ്പാർക്ക് ആയാലും അല്ലെങ്കിൽ അയാപ്സ് ആയാലും നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാനുള്ള ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.